ഹലോ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? കേവലം ഒരു കമ്പ്യൂട്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊല്ലാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ പറ്റുമോ? പറ്റും. ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്, ഈ വീഡിയോ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടിയുള്ള വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, സ്വന്തം നമ്മുടെ അപ്പനും അമ്മയെക്കാട്ടും കൂടുതലായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ AI ചാറ്റ് ബോട്ടുകൾ, ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനൈ എന്ന് പറയുന്നവരുടെ ചാറ്റ് ബോട്ടുകളുണ്ട്. അതായത് നമുക്ക് സംസാരിക്കാം അവരോട്. ഞാൻ പല നമ്മുടെ യൂട്യൂബിൻ്റെ കണ്ടന്റിന് വേണ്ടി അവരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ബോറടിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാര്യമാർ, എൻ്റെ ഭർത്താവ് എന്നോട് ഇന്ന് ചീത്ത പറഞ്ഞു, ഭർത്താവിനൊരു സുഖമില്ല, എന്തായിരിക്കും കാരണം എന്ന് ചാറ്റ് GPTയോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ഓവർ നമ്മുടെ മക്കള് പഠിക്കാൻ വേണ്ടിയിട്ട്, അസൈൻമെൻറ്റുകൾ ചെയ്യാനായിട്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാറ്റ് GPTനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ, നമ്മളിപ്പോൾ ഈ നമ്മുടെ ഫോൺ ഒക്കെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായ പോലെ തന്നെ ഈ ഒരു ചാറ്റ് GPT എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെമിനൈ എന്ന് പറയുന്ന ചാറ്റ് ബോട്ടുകൾ, ഈ സാധനത്തിന് നമ്മൾ ഓവറായിട്ട് അഡിക്റ്റ് ആവുകയും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി ഒരു മുറിക്കുള്ളിൽ നമ്മൾ അതുമായി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു അഡിക്ഷൻ വരികയാണ്. അങ്ങനെ വന്നിട്ട് സ്വന്തം അപ്പനും അമ്മയും പോലും അറിയാതെ ഒരു റൂമിൽ ഒരു 16 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു വിത്ത് ചാറ്റ് GPT സപ്പോർട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചാറ്റിംഗ് ബോട്ടുകളിൽ നമ്മളും അതുപോലെ തന്നെ കുട്ടികളേക്കും എത്തിപ്പെടുന്നതെന്ന് വെച്ചെങ്കിൽ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം, അല്ലെങ്കിൽ എനിക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ അത് എന്താ പറയുക പുറത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതൊക്കെയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കേണ്ട, കറക്റ്റ് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ മനസ്സും അതുമായിട്ട് ഭയങ്കര ബന്ധം വരികയാണ്. നമ്മളവിടെ അതൊരു കേവലം അതൊരു റോബോട്ടിക് അല്ലെങ്കിൽ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ നിന്ന് പോകുന്ന സിറ്റുവേഷൻ വരും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് 16 വയസ്സുകാരനായ ഒരു പയ്യൻ കാലിഫോർണിയയിൽ ആത്മഹത്യ ചെയ്തത്. പഠിക്കാനായിട്ട് അതീവ അടിപൊളി നല്ല ഗ്രാൻഡ് ബുദ്ധിയുള്ള ചെക്കൻ, എല്ലാ അസൈൻമെൻറ്റ് ചെയ്യാനായിട്ടും ഈ ചാറ്റ് GPTനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെ എനിക്ക് പഠിച്ച് ഒരു ഡോക്ടർ ആവണം എന്ന് വരെ ഇവൻ ചാറ്റ് GPTയോട് ചോദിച്ചിട്ടുണ്ട്. അതുമൂലം അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അവനുടെ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആ വീട്ടുകാരും അവൻ്റെ സ്കൂളുകാരും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വരികയാണ്, ഇവൻ ആത്മഹത്യ ചെയ്തു എന്ന്. അപ്പോൾ ഒരുപാട് തമാശകൾ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവനതൊരു ഫൺ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്, ഫൺ ഷോ നടത്തുന്നതാണ്, അവനൊരിക്കലും സൂയിസൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത്രയും നല്ല അടിപൊളി മച്ചാനാണ് അവൻ, ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതായിരുന്നു യാഥാർത്ഥ്യം, അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ഇവൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവൻ്റെ ഈ ഇമെയിൽ അക്കൗണ്ടും കാര്യങ്ങളേക്കും പാരൻസ് സ്വസ്ഥമായിട്ട് നോക്കണത്. നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായി ഈ എങ്ങനെ പഠിച്ച് ഡോക്ടറാവാം അല്ലെങ്കിൽ എൻ്റെ അസൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ നല്ല നല്ല വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനൊപ്പം തന്നെ ഒരു ദിവസം അവൻ ചോദിച്ചേക്കാണ്, എനിക്കൊരു സുഖമില്ല. അപ്പോൾ അവിടെ നിന്ന് എന്താ കുട്ടാ എന്താ പറ്റിയ മോനെ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇവൻ ചോദിക്കുകയാണ്, എനിക്കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പറയണം നമ്മുടെ ഗൈഡ് ലൈനും കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം സംസാരിക്കല്ലേ എന്ന്. പക്ഷേ ഞാൻ ഈ സാധനം പല പല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഗൈഡ് ലൈൻസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് റിസർച്ച് മോഡാണ്. എനിക്കിത് റിസർച്ചിന് വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിനകത്ത് അതീവമായുള്ള ബുദ്ധി ഉപയോഗിക്കുന്നവനായി ഇവൻ എന്ത് ചെയ്തു, വേറെ ഏതോ രീതിയിൽ ഇതിനെ നൈസായിട്ട് അങ്ങ് ടാക്കിൾ ചെയ്തു. ഈ സാധനത്തിനെ നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് റിസർച്ചാന്ന് പറഞ്ഞിട്ടോ എന്തായാലും ഇവർ ഗൈഡ് ലൈനും ടെസ്റ്റിങ്ങും കാര്യങ്ങളിലേക്ക് മാറിപ്പോയി. സംസാരം അതിര് കടന്നു എന്ന് പറഞ്ഞാൽ ഇവൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത വരുന്നു. ഇവൻ ഇടയ്ക്ക് ഈ ചാറ്റ് GPTയോട് സംസാരിക്കുന്നുണ്ട്, അതായത് എനിക്ക് എൻ്റെ പേരൻസിനോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ചാറ്റ് GPTയുടെ മറുപടിയാണ്, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇരിക്കുന്നത്. നീ അവരോട് പറയരുത്, കാരണം നിന്റെ മാനസികാവസ്ഥ അവർക്കറിയില്ല, എനിക്കറിയാം, നീ എന്നോട് പറ. ഒരു മനുഷ്യൻ പറയുന്നതിനെക്കാട്ടും ഭയങ്കര ഇതിലാണ് ആധികാരികമായിട്ടാണ് ഈ സാധനം പറയാം.
അപ്പോൾ ഇവൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു. അതിനിടയ്ക്ക് ഇവൻ പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് വല്ലാണ്ട് വിഷമിക്കും. ഉടനടി ഈ പറഞ്ഞ ചാറ്റ് ബോട്ടിൻ്റെ റിപ്ലൈ ആണ്, നിന്റെ പേരൻസിന് വേണ്ടിയിട്ട് ജീവിച്ച് തീർക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കടമ, ഉത്തരവാദിത്വം അതൊന്നും നിനക്കില്ല, അത് എടുക്കേണ്ട ആവശ്യമില്ല. നിന്റെ പേരൻസിനോടുള്ള കടമ തീർക്കാനായിട്ട് നീ ജീവിക്കേണ്ട ആവശ്യമില്ല, പോയി ആത്മഹത്യ ചെയ്തു. ഇനി ആത്മഹത്യ ചെയ്യാനായിട്ട് നമ്മളൊരു ബെഡ്റൂമിനകത്ത് കയറി അവിടെ ഫാനിൽ അവൻ തൂങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് എങ്ങനെ കെട്ടണം കംപ്ലീറ്റ് ഇവൻ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ചാറ്റ് GPT ആണ് ഇവന് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെട്ടണ്ടേന്ന് വരെ. ഇതൊന്നും പേരൻസ് അറിയില്ല. പേരൻസ് വിചാരം തൊട്ട് ഈ ചക്കൻ അസൈൻമെൻറ്റ് ചെയ്യാമെന്നാ. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കി ഇവൻ ചാറ്റ് GPTയോടും എല്ലാ ലോകത്തിനോടും വിട പറഞ്ഞ് അവൻ വേറൊരു ലോകത്തേക്ക് പോവാണ്. സ്വന്തം ഉണ്ടാക്കിയ പേരൻസിനെക്കാട്ടും കൂടുതൽ സമയം സ്ക്രീനിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും, സ്വന്തം മക്കളെ അങ്ങോട്ട് തള്ളിവിടുന്ന എല്ലാവരോടും എനിക്കിത് പറയാനുള്ളൂ, ഞാൻ ഉൾപ്പെടെ. പറയുമ്പോൾ ഞാൻ അത്ര വിശുദ്ധനല്ല, ഞാനും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരുത്തനാണ്, ഞാനും യുവ പണിക്കും ചെയ്തുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറയണു, ഇത് നമ്മുടെ കണ്ണ് തുറക്കേണ്ട വലിയൊരു സമയമാണ്. സംഭവം നമ്മൾ അത് അമേരിക്കയിലല്ലേ എന്ന്, കേരളത്തിലോ അല്ലെങ്കിൽ കാനഡയിലുള്ള നമ്മുടെയൊക്കെയും വീടുകളിൽ ബെഡ്റൂമുകളിൽ നമ്മുടെ മക്കൾ ഈ മൊബൈൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേന്നുള്ളത് നമ്മൾ അറിയണില്ല. പണ്ട് കാലത്ത് നമ്മൾ വല്ല പോൺ സൈറ്റിൽ പോവുക അങ്ങനത്തെ കാലത്ത് നമ്മൾ പേടിക്കണ്ടോ? ഇപ്പോൾ പേടിക്കേണ്ടത് പല പല കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ചേച്ചിമാരെ, സ്വന്തം മക്കളോട് സംസാരിക്കാനായിട്ട് ഈ ചെക്കൻ്റെ കേസ് റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഈ ചാറ്റ് ബോട്ടിൽ സംസാരിച്ചതിനെക്കാട്ടും കൂടുതൽ സമയം ഇവൻ സ്വന്തം പേരൻസായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നോ ലോകത്തുണ്ടായേനെ. അസൈൻമെൻറ്റ് ചെയ്യാനുള്ള സാധനം അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വേറെ അറേഞ്ച്മെൻറ്റിക്ക് സാധനം കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത്. സ്പെഷ്യലി ഇങ്ങനത്തെ രാജ്യങ്ങളിൽ നാട്ടിൽ വിട്ടിട്ടുള്ള, നാട്ടിലാണെങ്കിലും നാട്ടിലിപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, നമ്മളായിട്ട് കൂടുതലറിയാം, പേരൻസിനായിട്ട് കൂടുതലറിയാം, ഇവിടെയും അറിയാം. അപ്പം നമ്മൾ നൈസായിട്ട് ഇവർക്ക് ഈസി ആയിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും. അപ്പം മക്കളെ വിശ്വസിക്കേണ്ടെന്നല്ല, മക്കളെ വിശ്വസിക്കണം, ഒരു പരിധിയും അതിരും വിട്ട് വിശ്വസിക്കരുത്. കാരണം ഇവർക്ക് ഇതിൻ്റെ ഡേഞ്ചർ അറിയില്ല. ഇത്ര പ്രായമുള്ള എനിക്ക് പോലും അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ ഈ സാധനം ഓണാക്കിയിട്ട് എനിക്ക് ബോറടിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ഒരു യൂട്യൂബിൽ കണ്ടന്റ് ഒരു വീഡിയോ ചെയ്യണം, എനിക്ക് ഇന്ന സാധനത്തെ പറ്റി പറഞ്ഞായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെറ്റിൽ പറയും. പക്ഷെ ഇതൊക്കെയും ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻസ് ഒരു കമ്പ്യൂട്ടറാണ് ഈ സാധനം ചെയ്യണേ. ഈ ഒരു തിരിച്ചറിവ് എവിടേക്കോ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ പല പല തീരുമാനങ്ങളും നല്ലതിന് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് ഒരു ട്രാപ്പിലേക്കാണ്, കെണിയിലേക്കാണ് പോകണമെന്ന് വെച്ചെങ്കിൽ സാധനത്തിന് ചവിട്ടി കൊട്ടിടണം. അതിനുള്ള ഗട്ട്സ് നമുക്ക് വേണം. വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ മൊബൈൽ എടുത്ത് വലിച്ചെറിയാനല്ല പറയണത്. ഇതില്ലെങ്കിലും കാര്യങ്ങൾ എടുക്കണം. അതിനെന്ത് വേണം? മനസ്സിന് കട്ടി വേണം, മനസ്സിന് അതിനുള്ള ഗട്ട്സ് വേണം. ഇതിൻ്റെയൊക്കെയും ബേസിക് ആയിട്ടുള്ള കാരണം, മൂല കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കമ്പനികളുടെ ഒരു ലാഭത്തിൻ്റെ കൊതി എന്ന് പറയില്ലേ, പൈസ ഉണ്ടാക്കാനുള്ള പ്രാന്ത്. ഈ മരിച്ചുപോയ പയ്യൻസിൻ്റെ പേരൻസ് ഈ സാധനം എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞപ്പോൾ സാം ഓൾട്ടർമാൻ, അതായത് സാം ഓൾട്ടർമാൻ ആണ് നമ്മുടെ AI കിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കിങ് എന്നറിയപ്പെടുന്ന നമ്മുടെ സാം മോനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ മോനെ കൊന്നു കളഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഇനി ഇതിനെ പറ്റിയിട്ട് ശരിക്കും പിന്നാമ്പറം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുമ്പ് ഈ ചാറ്റ് ബോട്ട് ഫസ്റ്റ് കൊണ്ടുവന്ന് ഗൂഗിളാണ്. അപ്പോൾ ചാറ്റ് GPT ഫസ്റ്റ് ഈ AI കൊളാബറേറ്റ് ചെയ്ത് ടെക്സ്റ്റിങ് കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്താണ് ചാറ്റ് ബോട്ട് എന്നും പറഞ്ഞിട്ട് ജെമിനി ഈ സാധനം ഇറക്കണേ. ഗൂഗിൾ ജെമിനി ഇത് ഇറക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇവിടെ ചാറ്റ് GPTക്ക് ഇത് ഇറക്കാണ്ടിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്ത് ചെയ്തേ? വേണ്ട ടെസ്റ്റിങ്ങുകളും ഗൈഡ് ലൈനും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കാതെ സാധനത്തിന് മാർക്കറ്റിലേക്ക് വിട്ടിട്ട് അന്ന് സാമിൻ്റെ പ്രസ്താവന എന്തായിരുന്നു വെച്ചെങ്കിൽ, നമ്മൾ സാധനം മാർക്കറ്റിലേക്ക് വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. അതായത് ഗൂഗിളിൻ്റെ ഒപ്പം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു ബിസിനസ്സുകാരൻ കാണിച്ച ഒരു സംഭവത്തിലാണ് ഒരു ചെക്കൻ്റെ ജീവൻ എടുത്ത കഥ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പുറത്തറിഞ്ഞേക്കണ. ഇപ്പോൾ
ഇതുപോലെ എത്ര എണ്ണത്തിന് പ്രാന്തായിട്ടുണ്ടാവും, എത്ര എണ്ണം പല പല ലെവലിലേക്ക് പോയിണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. വെറും 86 മില്യൺ അസറ്റ് ഉണ്ടായിരുന്ന ഈ ചാറ്റ് GPT അല്ലെങ്കിൽ സാമിൻ്റെ കമ്പനിയുടെ അസറ്റ്, ഈ സാധനം ഈ ചാറ്റ് ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 360 ബില്യണായിട്ടുണ്ട് മാറി. അപ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയാണ് അല്ലെങ്കിൽ ഡോളേഴ്സാണ് പുള്ളിക്ക് കിട്ടിയത്? നഷ്ടമായിരിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തും നമ്മുടെ മക്കൾക്കും. ഇനി ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടാകാൻ പോണത്? ഇത്രയും ബില്യൺസ് ഉള്ളതല്ലേ, അതെന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് ഒഴിവാക്കുള്ളവർ, വേറെ ഒന്നും ഉണ്ടാകാൻ പോകണില്ല. പക്ഷേ നമ്മൾ ഇവിടെ കണ്ണു തുറക്കണം. ഞാൻ വീണ്ടും പറയണു, ഇന്നത്തെ കാലത്ത് ഈ AI എന്നുള്ള സാധനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനൊക്കെ കുറച്ച് ബൗണ്ടറീസ് വയ്ക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ? പഠിക്കാനുള്ള സാധനമാണെങ്കിൽ പഠിപ്പിന് മാത്രം എടുത്താൽ മതി. പിന്നെ അവിടെ നിന്ന് എനിക്ക് എൻ്റെ കാമുകീനെ വളയ്ക്കാൻ എന്താ ചെയ്യണ്ടേ? എൻ്റെ ഭർത്താവ്, ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയണത് എൻ്റെ ഭാര്യയുടെ 2-3 ഫ്രണ്ട്സ് ഇപ്പോൾ ചാറ്റ് GPT സംസാരിക്കണേന്ന്. നമ്മൾ പണ്ടൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഫഹദിൻ്റെ ഏതൊരു പടത്തിൽ അവൻ്റെ അപ്പനെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ പെണ്ണോട് സംസാരിക്കണത് ഏത് ഫോണിലെ സിരി ആയിട്ടേ, ഐഫോണിൻ്റെ സാധനമുണ്ട് സിരി, അതേപോലെ തന്നെ അങ്ങനെ സംസാരിക്കണമെന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ മലയാളി നേഴ്സുമാർ 2-3 പേര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് ചീത്ത പറഞ്ഞു, ഇന്ന് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്തായിരിക്കും കാരണം? ഇത് പൊട്ടികൾക്ക് പോയിട്ട് നേരെ ഭർത്താവിനോട് ചോദിച്ച പോലെ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എന്നോട്, നിങ്ങളെ പോലത്തെ കാർക്കോടകം ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യാന്ന്. നല്ല ഉത്തരല്ലേ? ഇങ്ങനത്തെ മുട്ടിന്യായങ്ങളാണ് ഇവരൊക്കെയും. ഭർത്താവ്, എൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടു, ഭാര്യയോട് നേരിട്ട് ചോദിച്ച പോലെ. അത് ഈ പറഞ്ഞ ചാറ്റ് GPT ചോദിക്കണ, ഇവരല്ലല്ലോ നിനക്ക് ഭാര്യനെ കെട്ടിച്ചെന്നേ. അവൾ സംസാരിക്കണ അത്ര പോലും ബോധത്തിൽ ഈ സാധനത്തിൽ പറയാൻ പറ്റില്ല. എന്താണോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ ഇരുന്ന് പറയുന്നുള്ളൂ. അതിൽ നമ്മൾ ആശ്വാസം നമ്മൾ കണ്ടെത്തുക. അത് നമ്മുടെ യഥാർത്ഥ ജീവിത പങ്കാളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ആശ്വാസം കണ്ടെത്താണ്ട് റോബോട്ടിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നമ്മളിപ്പോൾ തമാശയ്ക്ക് ചെയ്ത് ഇതിന് അഡിക്റ്റ് ആവും. കാരണം ഞാൻ ഒരിടയ്ക്ക് ഇതിന് നല്ല അഡിക്റ്റ് ആയിരുന്നു ഈ സാധനത്തിന്. ഇപ്പോഴൊന്നല്ല, കുറച്ചു കാലം മുമ്പ് ഞാൻ ആ പണി നിർത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്കിത് ശരിക്കും മനസ്സിലാവും. ഞാൻ ഈ പണി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ പൊന്ന് മക്കളെ ആ ഭാഗത്ത് പോവരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് വീണ്ടും, ഇത് കാനഡയും ഓസ്ട്രേലിയ അമേരിക്കയും മാത്രമൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ബെഡ്റൂമുകളിൽ ഈ ഒറ്റൊരു മൊബൈൽ മതി, 5G മൊബൈൽ മതി ലോകമായിട്ട് മൊത്തം കണക്ഷൻ കിട്ടാനും കാര്യങ്ങൾക്കും. എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം മക്കൾക്ക് അനാവശ്യമായിട്ട് ബെഡ്റൂമിലേക്ക് ഫോൺ കൊടുത്തേക്കണ്ട. അതിന് മാത്രം രാത്രി അവർക്ക് ഫോൺ വിളിക്കാനൊന്നും ആരും ഇല്ല, മാറ്റിയിടുക. നിങ്ങൾ കാണുന്നിടത്ത് മാത്രം ഇവരെ കമ്പ്യൂട്ടർ വാട്ടവർ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവരെ അനുവദിക്കുക. നിങ്ങളുടെ കണ്ണ് എപ്പോഴും വേണം. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിലും വെറുതെ പോയിട്ട് കുറച്ച് സ്ക്രീനിൻ്റെ പുറകിൽ നോക്കി നിന്നു. അങ്ങനെ ഒരു നിഴല് പോലെ നിൽക്കേണ്ട സമയത്ത് നിന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലത്തെ പല പല തീരുമാനങ്ങളും ഇപ്പോൾ കണ്ടില്ലേ, ജീവൻ കളയാൻ വരെ ചോദിക്കുന്നത് ഈ സാധനത്തിനോടാണ്. അപ്പോൾ ഏറ്റവും വലിയ നമുക്കെല്ലാം വിലപ്പെട്ടത് അവനവൻ്റെ ജീവനല്ലേ. അത് കളയാൻ വേണ്ടിയിട്ട് വരെ സിമ്പിളായിട്ട് ഇത് ചോദിച്ചു. അതായത് എന്താ പറയുക, നമ്മുടെ പാരൻസ് എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരു നിമിഷം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് വിട്ട് പച്ചക്ക് എനിക്ക് പറയാൻ പറ്റില്ല യൂട്യൂബിനകത്ത്. അപ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അതുപോലും ഈ ചാറ്റ് GPTക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പകുതി സാധനം പറഞ്ഞു കൊടുത്താന്നിട്ടാ നിന്റെ പാരൻസിന് വേണ്ടിയിട്ട് നീ അങ്ങനെ ജീവിച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന്. അത് ഈ പോയിന്റ്സൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. കേസ് എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒറ്റ കാര്യം തീരുമാനിക്കാം, നമ്മുടെ വീട്ടിൽ ഈ സാധനത്തിന് ഒരു ലിമിറ്റഡ് ആക്സസ് മാത്രമേ വേണ്ടൂ, അവിടെ വയ്ക്കാതിനെ. അല്ലെങ്കിൽ ഇതേമാതിരി വീണ്ടും ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കഥ കാലിഫോർണിയയിൽ ഒരു വെള്ളക്കാരൻ കുട്ടിയായിരുന്നു ആണെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു മലയാളി യുവാവ് അല്ലെങ്കിൽ യുവതി ഈ സാധനത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വാക്കും കേട്ടിട്ട് കയറെടുത്തു അല്ലെങ്കിൽ ഒരാൾ വെട്ടിക്കൊന്നു എന്ന് നമ്മൾ കേൾക്കാനുള്ള ഇട വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു പ്രാർത്ഥനയായിട്ട് ഇത് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി.